ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ ഒരു അത്താഴമാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇന്നത്തെ മീൻസ് ഇന്നലെ തലേ ദിവസത്തെ അത്താഴം ഞാൻ എന്തൊക്കെയാണ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന്. നല്ല അടിപൊളി മട്ടയരിയുടെ ചോറ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മട്ടയരി ചോറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇവിടെ ചേട്ടനൊക്കെ വെള്ള അരിയാണ് ഇഷ്ടം, പക്ഷേ എനിക്ക് മട്ടയരിയാണ് ഇഷ്ടം. അലിവാവിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചോറിനോടൊരു താല്പര്യമൊന്നും ഇല്ല. അങ്ങനെ അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ മീൻ എന്ന് പറയുന്നത് തെരണ്ടി മീനായിരുന്നു. തെരണ്ടി അതിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എസ്പെഷ്യലി അത് വറുത്തരച്ചുണ്ടാക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ മെനു എന്ന് പറഞ്ഞാൽ മട്ടയരി ചോറും അവിയലും പിന്നെ നമ്മുടെ തെരണ്ടി മീൻ വറുത്തരച്ചതും. ഞങ്ങളെ വീട്ടിലങ്ങനെ വറുത്തരച്ചുള്ള മീനൊന്നും അങ്ങനെ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല. വർഷത്തിലൊരിക്കലൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് ടൈം എടുത്താൽ ഇത് ഉണ്ടാക്കേണ്ടതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എല്ലാം പെട്ടെന്ന് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുക്ക് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യണം. കാരണം തേങ്ങയൊക്കെ വഴറ്റുമ്പോൾ തേങ്ങ നമ്മളിങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും കരിഞ്ഞു പോകാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. പക്ഷേ ശ്രദ്ധിച്ചും കണ്ടും ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ അത് കിട്ടുന്നതായിരിക്കും. പക്ഷെ കറിയായി വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അങ്ങനെ ഡിന്നറിൻ്റെ ടൈമായി. അപ്പം ഞാൻ എല്ലാവർക്കും സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഇനി അവിയലിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പയാണെങ്കിലും വേവിച്ചെടുക്കാം. അതും ഒരു നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ കറിക്ക് കുറച്ച് എരിവുണ്ടായിരുന്നു കേട്ടോ.